അധ്യായം 245. അവളെ തിരികെ കൊണ്ടുവരണം. അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം. ആ നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവൾ പിന്മാറും. പിന്നെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹേമന്ത് ഞാൻ നിന്നോടൊന്നും തുറന്നു പറയാത്തത് എന്നൊക്കെ പറയാണ് സിദ്ധാർത്ഥ്. അതും പറഞ്ഞു കൊടുത്തിന് സിദ്ധാർത്ഥ് വീണ്ടും സിഗരറ്റിന്റെ ഒരു പഫ് എടുക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഹേമന്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എങ്കിലും ആ കാര്യത്തിൽ എന്തൊക്കെയോ ചില സംശയങ്ങളും അവന് തോന്നിയിരുന്നു. ഹേമന്തിന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് ആ പഴയ സിദ്ധാർത്ഥാണ്. എല്ലാം തന്റെ കൈപ്പിടിയിലൊതുക്കി നിയന്ത്രിക്കുന്ന ആ പഴയ സിദ്ധാർത്ഥ്. ലാവണ്യെ താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന സിദ്ധാർത്ഥിന്റെ മറുപടി കേട്ടിട്ട് ഹേമന്തിന്റെ മനസ്സിന് വല്ലാത്ത തണുപ്പ് നൽകി. അവനെ ഹേമന്ത് ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് അവളെ വിവാഹം കഴിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്കും ഹേമന്ത് ആകെ തകർന്നു പോയിരുന്നു. സിദ്ധു, ഞാനൊരു കാര്യം പറയട്ടെ. ഹേമന്ത് മടിയോട് കൂടെയാണ് ആ സംസാരത്തിന് തുടക്കമിട്ടത്. കാരണം ഉറപ്പില്ലാത്തൊരു കാര്യം സിദ്ധാർത്ഥിനോട് പറയാൻ അവന് ധൈര്യമില്ലായിരുന്നു. പക്ഷേ എന്തു തന്നെയായാലും അതൊരിക്കലും അവനെ ബാധിക്കില്ല എന്ന കാര്യം ഹേമന്തിന് തോന്നി. സിദ്ധാർത്ഥ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഇനിയിപ്പോ ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേ. പിന്നെ ലാവണ്യയുടെ കാര്യം അതെനിക്ക് വിട്ടേക്കടാ. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ ഹേമന്ത് പറയുന്ന സമയത്തിന് ലാവണ്യ ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഹേമന്ത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഹേമന്തിന്റെ വാക്ക് കേട്ട സമയത്തിന് സിദ്ധാർത്ഥിന് ആവേശമായി. ആ സമയത്തിന് ഹേമന്തിന്റെ ശബ്ദം പോലും വിറക്കാൻ തുടങ്ങിയിരുന്നു. അവൻ ഹേമന്തിന്റെ കണ്ണുകളിലേക്ക് വികാരഭയത്തോടെ കുത്തി നോക്കി. എന്നിട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, താങ്ക്സ് ഹേമന്ത്, എനിക്ക് ലാവണ്യയുടെ കാര്യത്തിൽ ഇടപെടാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് ആ വിഷയം ഞാനിപ്പോ മുഴുവനായിട്ട് നിനക്ക് വിട്ടുതരികയാണ്. നീ അത് വേണ്ട വിധത്തിൽ നോക്കിക്കോ, നിനക്കത് പറ്റുമെന്നൊക്കെ പറയും. അന്നേരം ഹേമന്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം. പക്ഷേ ആന്റിയുടെ അടുത്തും അങ്കിളുടെ അടുത്തും യാതൊരുവിധ കോംപ്രമൈസിനും നീ പോവരുത്. ഈ കാര്യം നീ എനിക്ക് വാക്ക് തരണം. ആന്റിക്ക് വേണ്ടിയല്ലേ നീ ലാവണ്യെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നീ നോക്കൂലേ എന്നിങ്ങനെ ഹേമന്ത് ചോദിക്കുന്ന സമയത്ത് പോലും ഹേമന്തിന്റെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പൊ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ഹേമന്ത്, ഞാൻ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞത് ശരിയാണെന്ന കാര്യം ഹേമന്തിനും തോന്നി. എന്തുകൊണ്ടായിരിക്കും അവൻ സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ ഭീഷണി നേരിടേണ്ടി വരുന്നത്? എന്നിട്ട് പോലും അവൻ ഇതെല്ലാം സഹിച്ചു നിൽക്കുന്നത് നീലിമയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഓർത്തുകൊണ്ട് തന്നെ ഹേമന്ത് വല്ലാതായി. എല്ലാം ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ. ഹേമന്ത് ദീർഘനിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നത്, ഞാൻ ഏതായാലും ലാവണ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ ഹേമന്ത് പറയുന്നുണ്ടെങ്കിൽ പോലും നീലിമയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്ന കാര്യം ഹേമന്തിന് അറിയാമായിരുന്നു. എന്തിനാണെന്നറിയില്ലെങ്കിലും നീലിമ അവനെ ഒഴിവാക്കാണ്. പക്ഷെ അത് സിദ്ധാർത്ഥ് പരിഹാരം കാണേണ്ട വിഷയം തന്നെയാണ്. അവൾ എന്തുകൊണ്ടാണ് അവനിൽ നിന്നും അകന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് സിദ്ധാർത്ഥിന് പോലും നിശ്ചയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഏതായാലും അവനോട് അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാമെന്ന് തന്നെ ഹേമന്ത് വിചാരിച്ചു. ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ ഹേമന്ത് കുറച്ചധികം നേരം സിദ്ധാർത്ഥിന്റെ കൂടെ അവിടെ തന്നെ ചിലവഴിച്ചു. ഒരുപാട് നേരം സിദ്ധാർത്ഥുമായിട്ട് സംസാരിച്ച് നിൽക്കാനൊക്കെ ഹേമന്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹേമന്തിന്റെ ഫോൺ റിങ് ചെയ്തു. അതുവരെ ശാന്തമായിരുന്ന ഹേമന്തിന്റെ മുഖം കോളർ ഐഡിയിൽ ആ ഒരു പേര് കണ്ടപ്പോഴേക്കും ഭയമാകെ ദേഷ്യം കൊണ്ട് വിറച്ചു. പെട്ടെന്നുള്ള ഹേമന്തിന്റെ ഭാവമാറ്റം കണ്ടുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അവനെ സംശയത്തോടു കൂടെ നോക്കി. ഹേമന്ത് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എന്താ ശങ്കരേട്ട, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നിങ്ങളിപ്പോ എന്തിനാ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ഹേമന്ത് സംസാരിക്കുന്ന സമയത്തിന് അങ്ങേ തലക്ക് കോളിൽ ആരാണെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. ശങ്കരേട്ടൻ ഹേമന്തിന്റെ കുടുംബത്തിലെ ഒരു പഴയ കാര്യസ്ഥനാണ്. മറുവശത്ത് നിന്നുള്ള ശങ്കരേട്ടന്റെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ഹേമന്തിന്റെ മുഖം അങ്ങ് വിളറി. ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. വൈകാതെ തന്നെ ഞാൻ തിരികെ എത്തും. അതുകൊണ്ട് നിങ്ങൾ എന്നെ വല്ലാതെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാനൊക്കെ വന്നിട്ട് നോക്കിക്കോളാം. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശങ്കരേട്ടൻ അപ്പുറത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ശരി ശരി, എല്ലാം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഹേമന്ത് അങ്ങ് ഫോൺ കട്ട് ചെയ്തു. അവന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട സമയത്ത് സിദ്ധാർത്ഥിന്റെ മുഖത്ത് അല്പം അമ്പരപ്പ് തോന്നാതിരുന്നില്ല. എന്താടാ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് ചോദിക്കുന്ന സമയത്തിന് ഹേമന്തിന്റെ മുഖത്ത് പറയാൻ പറ്റാത്ത അത്രമാത്രം ആശങ്ക ഇങ്ങനെ വിടർന്നൊഴുകി. പക്ഷേ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഹേമന്ത് ഏതായാലും സിദ്ധാർത്ഥിനെ നോക്കിയിട്ട് നിസ്സഹായമായിട്ട് അങ്ങ് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട്, അധികം വൈകാതെ നിന്നെ പോലെ എനിക്കും ഒരു നല്ല നടനായിട്ട് അഭിനയിക്കേണ്ടി വന്നേക്കും. ഹേമന്ത് അങ്ങനെ സിദ്ധാർത്ഥിനെ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിലും ഹേമന്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമൊന്നും സിദ്ധാർത്ഥിന് മനസ്സിലായില്ല. പക്ഷേ അവന്റെ മുഖം കണ്ടപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും ചോദിക്കാനൊന്നും അവൻ ആഗ്രഹിച്ചില്ല. അവൻ ഇഷ്ടമുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ തുറന്നു പറയട്ടെ എന്ന് അവൻ കരുതി. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാമെന്നിങ്ങനെ സിദ്ധാർത്ഥ് മൃദുവായിട്ട് അവനോട് പറഞ്ഞു. സിദ്ധാർത്ഥ് സാധാരണയായിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഹേമന്ത് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മൃദുവായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഹേമന്ത് പറഞ്ഞിട്ട്, നീ ഇങ്ങനെ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അധികം വൈകാതെ മിക്കവാറും നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും.
സിദ്ധാർത്ഥിന്റെ കഴിവും പവറും ഉപയോഗിച്ചുകൊണ്ടതിന് ഹേമന്തിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഹേമന്തിനെ സഹായിക്കാൻ കഴിയുമെന്ന് ശരിക്കുമുള്ള സത്യം തന്നെയാണ്. ഹേമന്തിന്റെ വാക്കുകൾക്ക് മറുപടി പോലും നൽകാതെ സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിച്ചു. അധിക സമയം പിന്നെ സിദ്ധാർത്ഥിനൊപ്പം ചെലവഴിക്കാനൊന്നും ഹേമന്തിന് പിന്നീട് സാധിച്ചില്ല. ശങ്കരേട്ടൻ തന്നെ വിളിച്ച സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ഹേമന്തിന് അവിടെ നിന്ന് പോവുക മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ. യാത്ര പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് സിദ്ധാർത്ഥ് തന്റെ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ സിദ്ധാർത്ഥ് അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ഈയിടായിട്ട് ഹേമന്തിന്റെ പല പ്രവൃത്തികളും സാധാരണമായിട്ടുള്ള ഒരു അസാധാരണത്വം സിദ്ധാർത്ഥ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും ഹേമന്തിന്റെ മുഖത്തൊരു വിഷാദമുണ്ട്. അത് ലാവണ്യമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്നാണ് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോ അത് അങ്ങനെയല്ല എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ശങ്കരേട്ടന്റെ ഫോൺ കോളും അതിനെ തുടർന്ന് അവന്റെ ഭാവമാറ്റങ്ങളെല്ലാം നൽകുന്ന സൂചന അത് തന്നെയാണ്. പക്ഷേ സിദ്ധാർത്ഥന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനെക്കുറിച്ചിട്ട് ഒന്നും ചോദിക്കാൻ സിദ്ധാർത്ഥ മുതിർന്നില്ല. കാരണം അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പോൾ സിദ്ധാർത്ഥന്റെ തലക്ക് മേലെയുണ്ട്. ഇപ്പോഴത്തെ അവന്റെ ഫസ്റ്റ് പ്രിഫറൻസ് നീലിമയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനൊന്നും സിദ്ധാർത്ഥ് തയ്യാറായിരുന്നില്ല. അവൻ ഉടനെ തന്നെ മനീഷിനെ തന്റെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കാൻ തീരുമാനിച്ചു. തന്റെ അച്ഛന്റെയും അമ്മയുടെയും നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ അവൻ മനീഷിനെ ഏൽപ്പിച്ചിരുന്നു. അവൻ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് സിദ്ധാർത്ഥന്റെ ഫോണിലേക്ക് മനീഷ് എത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പൊ ഏതായാലും മനീഷിനോട് നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി. ഇതേ സമയത്തന്നെ നീലിമയെ നിരീക്ഷിച്ചതിന് ശേഷം മടങ്ങി വരികയായിരുന്നു മനീഷ്. അപ്പോഴാണ് സിദ്ധാർത്ഥിൽ നിന്നുള്ള ഒരു മെസ്സേജ് മനീഷിനെ ലഭിക്കുന്നത്. അത് കണ്ടതോടുകൂടി തന്നെ മനീഷിന് പിന്നെ തന്റെ ദേഹം തളരുന്നത് പോലെ തോന്നി. സിദ്ധാർത്ഥ് ഇപ്പോൾ ദേഷ്യത്തിലാണെങ്കിൽ മനീഷിന് അവനെ കണ്ടുമുട്ടുന്ന കാര്യം എന്ന് പറയുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരുന്നു. അവൻ വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. ക്യാബിന്റെ ഉള്ളിൽ സോഫമേലിരുന്ന് കാൽമക്കാൽ കയറ്റിവെച്ചിരുന്ന സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ബോസിനെ കണ്ടുകൊണ്ടിന് മനീഷിന് വല്ലാത്ത വിഷമം അതുപോലെ തന്നെ അരിശവും വന്നു. നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മനുഷ്യരാണ്. ഏതൊരു പ്രതിസന്ധിയിലും മോശ രീതിയിൽ അയാളൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ നീലിമയുടെ കാര്യം തന്റെ ജീവിതത്തെ വളരെയധികം മോശ രീതിയിൽ ബാധിച്ചതുപോലെ മനീഷിന് തോന്നി. മനീഷ് അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം ചോദിക്കുന്നത്, ബോസ് എന്നെ വിളിപ്പിച്ചിരുന്നോ? ഞാൻ എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കും. അന്നേരം സിദ്ധാർത്ഥ പറഞ്ഞിട്ട്, കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും തൽക്കാലം ഞാൻ നിന്നെ ഏൽപ്പിക്കാണ്. ഞാൻ ഏതായാലും ഇനി കുറച്ച് നാളെ തിരക്കിലായിരിക്കും. പിന്നെ ക്ലയൻസുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി നീ എന്നെ സഹായിക്കണമെന്നിങ്ങനെ സിദ്ധാർത്ഥ് വളരെയധികം വിനയത്തോട് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് മനീഷിന് ശരിക്കും അതൊരു അത്ഭുതമായിരിക്കും. ആദ്യമായിട്ടാണ് ഓഫീസ് കാര്യങ്ങൾ മുഴുവൻ തന്നോട് നോക്കണമെന്ന് സിദ്ധാർത്ഥ് പറയുന്നത്. ഇതുവരെ എല്ലാ കാര്യത്തിനും സിദ്ധാർത്ഥിന്റെ ഒരു പ്രത്യേകം കണ്ണുണ്ടായിരുന്നു. അവന്റെ ആ ഒരു പെരുമാറ്റം വളരെയധികം വിചിത്രമായിട്ട് മനീഷിന് തോന്നി. മനീഷിന്റെ മുഖത്തെ ആ ഒരു മടി കണ്ട സമയത്തിന് സിദ്ധാർത്ഥ് വളരെയധികം ദേഷ്യത്തോടെ തന്നെ മിഴികൾ ചുരുട്ടിക്കൊണ്ട് തന്നെ അവനെ നോക്കി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മനീഷ്, നിനക്ക് ഞാൻ പറഞ്ഞ ജോലികൾ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല ബോസ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്ന് പറയും. ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ സിദ്ധാർത്ഥ് വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണെന്ന കാര്യമൊക്കെ മനീഷിന് അറിയാമായിരുന്നു. ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തന്റെ കാര്യം അതോടുകൂടെ തീരുമാനമാവുമെന്ന കാര്യവും മനീഷിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മനീഷ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കമ്പനിയിലെ കാര്യമെല്ലാം ഓർക്കുന്ന സമയത്തിന് മനീഷിന് നല്ല പേടിയുണ്ടായിരുന്നു. ഒരിക്കലും സിദ്ധാർത്ഥിന് പകരമാവാൻ തനിക്ക് കഴിയില്ല എന്ന കാര്യം മനീഷിന് അറിയാമായിരുന്നു. ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും തന്നെ ഏൽപ്പിക്കുന്നു എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് എന്നുള്ള കാര്യം മനീഷിന് മനസ്സിലായി. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഞാൻ തന്നെ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്ന സമയത്തിന് മനീഷ് ആകെ കുഴഞ്ഞ് കരച്ചിന്റെ വക്കിലെത്തിയിരുന്നു. സിദ്ധാർത്ഥ് കുറച്ചു കാലമായിട്ട് ഊണും ഉറക്കും ഭക്ഷണം പോലും ഇല്ലാതെ ഓഫീസിന് വേണ്ടിയിട്ട് കുറെ അധികം ജോലികൾക്ക് നിർത്താതെ ചെയ്തു വെച്ചിരുന്നത് കുറച്ചു നാളത്തേക്ക് ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമെല്ലാം തന്നെ മനീഷിന് അപ്പോൾ മനസ്സിലായി. സ്നേഹം എന്ന വികാരം മനുഷ്യനെ ഇത്രമാത്രം രീതിയിൽ മാറ്റിക്കളയുമോ എന്ന കാര്യം മനീഷ് സ്വയം ചോദിച്ചു. സിദ്ധാർത്ഥ് അവിടെ നിന്ന് നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ മനീഷ് വളരെയധികം സങ്കടത്തോടു കൂടി നിന്നു. സിദ്ധാർത്ഥ് ആണെങ്കിൽ നീലിമ തിരിച്ച് തന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്നൊക്കെ ചിന്തിച്ച് വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. ചില സാങ്കേതിക വിദഗ്ധരെ സമീപിച്ചുകൊണ്ട് തന്നെ നീലിമയുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ഒക്കെ ചോർത്തിയെടുക്കാൻ തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ ശ്രമം. അതിലൂടെ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പോലും തനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് സിദ്ധാർത്ഥ് കരുതി. സിദ്ധാർത്ഥിന്റെ വിവാഹകാര്യം ഓൺലൈനിലൂടെ ആകങ്ങ് പകർന്നപ്പോൾ ലാവണ്യ മാത്രമല്ല അവളുടെ വീട്ടുകാരും ഒരുപാടധികം സന്തോഷിച്ചു. ലാവണ്യ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗം തന്നെയായിരുന്നു. പക്ഷേ വിശ്വ ഗ്രൂപ്പിന്റെ അത്രത്തോളം വരുന്നില്ല എന്ന് മാത്രം. അങ്ങനെയുള്ളപ്പോൾ വിശ്വ ഗ്രൂപ്പിലെ സിഇഒ തന്നെ തന്റെ പാർട്ണറായിട്ട് വരിക എന്നുള്ളത് അത് ശരിക്കും സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലാവണ്യക്ക്. ലാവണ്യ വഴി ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ആ ഒരു സന്തോഷത്തിൽ തന്നെയായിരുന്നു ലാവണ്യയുടെ കുടുംബവും. ഇത്ര കാലമായിട്ട് ലാവണ്യയോട് നല്ല രീതിയിൽ പെരുമാറാത്ത അവളുടെ അച്ഛൻ പോലും ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം അവളോട് വളരെയധികം സ്നേഹത്തോടുകൂടി ഇടപഴകാനും തുടങ്ങി. പക്ഷേ ഇങ്ങനൊരു വലിയ കാര്യം നടക്കാനിരിക്കെ പോലും ഈ ഒരു രണ്ട് കുടുംബങ്ങളും നേരിട്ടൊരു കോണ്ടാക്റ്റോ നേരിട്ടൊരു സംസാരം പോലും ഇല്ലാത്തതിന് തന്നെ ലാവണ്യയുടെ കുടുംബത്തെ വല്ലാതങ്ങ് അമ്പരപ്പിച്ചിരുന്നു. എന്നാലും സിദ്ധാർത്ഥിനോട് അതിനെക്കുറിച്ചൊരു നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അവൾ നേരിട്ട് ഗീതയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. സിദ്ധാർത്ഥ് കുറച്ചു നാളായിട്ട് നല്ല തിരക്കിലായിരുന്നു എന്നായിരുന്നു ഇത്ര കാലം അവരുടെ ഉത്തരം. സത്യം അതായിരിക്കുമെന്ന് അറിയാഞ്ഞിട്ട് പോലും ലാവണ്യക്ക് വല്ലാത്ത വിഷമം തോന്നി. ഗീതയുമായിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥ് നല്ല മാനസികാവസ്ഥയിലല്ല എന്ന കാര്യം ലാവണ്യ കേട്ടിരുന്നു. കല്യാണ തീയതി അടുക്കുംതോറും ലാവണ്യയുടെ ഭയം കൂടി കൂടി വന്നു. സിദ്ധാർത്ഥിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്നുവരെ ലാവണ്യ ചിന്തിച്ചു. അവന്റെ ശബ്ദം പോലും കേൾക്കാതെ ലാവണ്യക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. കാര്യങ്ങളെല്ലാം അവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കുന്ന സമയത്തിന് അവൾക്കൊരു സമാധാനമാവുമെന്ന് അവൾ കരുതി. അതോടുകൂടി ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ ലാവണ്യ ഏതാനും സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വിളിച്ചു. സിദ്ധു കോൾ അറ്റൻഡ് ചെയ്തതോടുകൂടി തന്നെ വളരെയധികം നിർമ്മലമായ വളരെ സ്നേഹത്തോടെ തന്നെ ലാവണ്യ അവനെ വിളിച്ചു. പക്ഷേ ആ സമയത്ത് സിദ്ധാർത്ഥ് നിശബ്ദനായിരുന്നു. അപ്പോ ലാവണ്യ ചോദിക്കുന്നത്, എന്ത് പറ്റി സിദ്ധു, നീ എന്താ ഒന്നും സംസാരിക്കാതിരിക്കുന്നത്? നീ എന്താ സിദ്ധു തിരക്കിലാണോ? നമ്മുടെ വിവാഹ തീയതി അടുത്തിങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പോലും ഇന്നേ വരെ നീ എന്നെ ഒന്ന് വിളിക്കുകയും സംസാരിക്കുകയും പോലും ചെയ്തില്ലല്ലോ. അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? ആന്റിയെ വിളിച്ചപ്പോ നിന്നോട് നേരിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പതിഞ്ഞ സ്വരത്തിൽ ലാവണ്യ അത്രമാത്രം സിദ്ധാർത്ഥിനോട് പറഞ്ഞു. സിദ്ധാർത്ഥ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ഓർത്തുകൊണ്ട് തന്നെ ലാവണ്യക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് തണുത്ത സ്വരത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥ് അതിന് മറുപടി നൽകി. അതിന് ലാവണ്യക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ സിദ്ധാർത്ഥ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അതോടുകൂടി തന്നെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ലാവണ്യക്ക് ദേഷ്യം സങ്കടവും വന്നു. എന്നിട്ട് പറഞ്ഞിട്ട്, ഈ കല്യാണമെങ്ങാനും മുടക്കിയിട്ട് എന്നെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മരണം വരെ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല സിദ്ധു എന്നിങ്ങനെ അവൾ അമർഷത്തോടു കൂടി സ്വയം പറഞ്ഞു. ഇതേതായാലും അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ലാവണ്യ ഏതായാലും സിദ്ധാർത്ഥിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. സിദ്ധാർത്ഥിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് സമ്മതിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു ലാവണ്യയുടെ മനസ്സിലപ്പോൾ. ഇനി അപ്രതീക്ഷിതമായിട്ട് ഒന്നും തന്നെ സംഭവിക്കരുത്, അല്ല ഒരിക്കലും അതൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഒരു ഗൂഢമായ പുഞ്ചിരിയോട് കൂടെ തന്നെ അവിടെ നിന്ന് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി. അവളുടെ ആവശ്യത്തോടു കൂടിയുള്ള ആ ഒരു വരവും കണ്ടുകൊണ്ട് തന്നെ ലാവണ്യയുടെ അമ്മ അമ്പരന്നു. ലാവണ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇത് എങ്ങോട്ടേക്കാ മോളെ പോകുന്നത്? നീ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. അമ്മയുടെ ആ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്തിന് ലാവണ്യയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ലാവണ്യ പറഞ്ഞത്, ഞാൻ സിദ്ധുവിനെ ഒന്ന് കാണാൻ പോവാണമ്മേ, കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലാവണ്യയുടെ മുഖം അങ്ങ് മങ്ങുന്നതോടുകൂടി തന്നെ അമ്മയുടെ മനസ്സിൽ ചില സംശയങ്ങളായിരുന്നു. സിദ്ധാർത്ഥ് ശരിക്കും അവന്റെ സമ്മതത്തോടു കൂടി തന്നെയാണോ ലാവണ്യയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത് എന്നായിരുന്നു ലാവണ്യയുടെ അമ്മയുടെ സംശയം. അവരത് മറച്ചു വെക്കാതെ തന്നെ അവളോട് ചോദിച്ചു, മോളെ ഒരു കാര്യം ചോദിച്ച് സത്യം പറയൂ നീ. അവൻ ശരിക്കും സ്വയം ഇഷ്ടത്തോടു കൂടി തന്നെയാണ് തന്നെ സ്വീകരിക്കുന്നത്? നിന്നോടത് അവൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ മോളെ? വിവാഹത്തിന് സമ്മതിക്കാൻ അവൻ തന്നെയാണ് മുൻകൈയെടുത്തത് എന്നൊക്കെ ചോദിക്കാന്. ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ ലാവണ്യയുടെ മുഖമൊന്ന് വിളറി. എങ്കിലും പ്രസന്നമായിരിക്കാൻ വേണ്ടിയിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ലാവണ്യ പറയുന്നത്, അമ്മ വിഷമിക്കല്ലേ, സിദ്ധുവിനെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. എല്ലാ അധികാരത്തോടു കൂടി തന്നെ ഞാൻ അവന്റെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് ചെന്ന് കയറും. ലാവണ്യ വളരെയധികം ഉറപ്പോടുകൂടി ആ ഒരു കാര്യം പറയുന്ന സമയത്തിന് ലാവണ്യയുടെ അമ്മയുടെ മുഖത്ത് നല്ല രീതിയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. അങ്ങനെ ലാവണ്യ സിദ്ധാർത്ഥിനെ കാണാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോനെ കുറിച്ചുള്ള ഒരു കമന്റ് എഴുതാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്നും ഇതിന്റെ ബാക്കി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുള്ളവർ